എടാ, നീ ഇതൊരു തവണ വലിച്ചു നോക്ക്. വേറെ വൈബാണ് മോനെ. ഇവനല്ലേ ബ്രേക്കപ്പ് കഴിഞ്ഞ് പഞ്ചറായി നിൽക്കുവാണെന്ന് പറഞ്ഞത്? അതേട്ടാ, ഇവനെ തേച്ചൊട്ടിച്ച് പോസ്റ്റർ അടിച്ചു വെച്ചിക്കല്ലേ. അതിന്റെ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനാ ഞങ്ങളൊന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞത്. അപ്പൊ അവനത് വേണ്ടാന്ന്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇതിന്റെ സുഖം അവൻ അറിയണ്ട. പക്ഷെ അതവൻ നിങ്ങളുടെ പ്രിൻസിപ്പാളിനെ അറിയിച്ചു. അത് ശരിയായില്ല. ഇവനോട് പറയില്ലെന്ന് പറഞ്ഞാ ചേട്ടാ, കേക്കണ്ടേ ഇവൻ. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? പ്രിൻസിപ്പൽ വിളിച്ച് പോലീസിൽ പറഞ്ഞ ഞങ്ങളെ അങ്ങ് തൂഫാനാക്കി കളയെന്ന് വിചാരിച്ചോടാ നീ? എന്തായാലും നീ ഒറ്റിയതല്ലേ, അതുകൊണ്ട് ഇതിന്റെ സുഖം എന്താണെന്ന് നീ അറിഞ്ഞിട്ട് പോയാ മതി. എന്നെ വിടാൻ വിടാനല്ലേ പറഞ്ഞു. വിട് വിട് വിടാനല്ലേ പറഞ്ഞു. വിട്, വേണ്ട, വിടാൻ. ஆண்டவா முருகா காப்பாத்துங்க. குருவாயூரப்பா காப்பாத்துங்க. വിടാനല്ലേ പറഞ്ഞത്. മനുഷ്യന് കുറച്ചു നേരം മനസ്സമാധാനത്തോടെ പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. വിട്. എന്താടാ ഇവൻ ഇങ്ങനെ ഇടന്ന് കാർന്ന്? ഇവനിത് വേണ്ടെന്ന്. എന്താടാ മോനെ, എന്താ നിനക്ക് വേണ്ടാത്ത? എന്നെ വിടാൻ പറയണ സാറേ, ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. എടാ മോനെ, അതൊക്കെ ചെയ്യുന്നതിന് മുമ്പൊന്ന് ആലോചിക്കണ്ടേ? ഈശ്വരൻ സഹായിച്ച് നിങ്ങൾ കുറച്ച് മലയാളി കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നു. അതിൽ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചില സന്തോഷം കണ്ടെത്തുന്നു. അവരെ ഒറ്റുക എന്ന് പറഞ്ഞാൽ നാടിനെ ഒറ്റുന്നതിന് തുല്യമല്ലേ മോനെ? അത് ശരിയാണോ? എന്നെ വിട് സാറേ, എനിക്ക് വീട്ടിൽ പോണം. പറഞ്ഞു വിടാം. നിന്നെ കൊല്ലാനോ ഉപദ്രവിക്കാനോ കൊണ്ടുവന്നതല്ല. ഈ അങ്കിൾ അങ്ങനെയുള്ള ആളല്ല. കതിരേശ സർ. അതിങ്കേട്. അയ്യോ വേണ്ട സാർ, പ്ലീസ് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യല്ലേ. എടാ മോനെ, എത്ര സന്തോഷം കിട്ടണ കാര്യമാണ് നീ തെറ്റായി മനസ്സിലാക്കിയതെന്ന് അറിയിക്കാനാണ്, അല്ലാതെ വേറൊന്നിനുമല്ല. അയ്യോ വേണ്ട സാർ, പ്ലീസ് പ്ലീസ് പ്ലീസ്. എടാ മോനെ, അങ്കിള് വലിയ ഈശ്വരവിശ്വാസിയായത് ദേ ഇവന്റെ സഹായം കൊണ്ടാ. ഒരു ദിവസം ദേ ഇവനെ അങ്ങ് കുത്തിക്കേറ്റി 10 മിനിറ്റ് ഒറ്റയ്ക്കിരുന്നപ്പോ അങ്കിളിന് മനസ്സിലായി ഈ പ്രപഞ്ചം മായയാണെന്ന്. പോയ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്നും എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു എന്നും ആരൊക്കെ ഞാനുമായി ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും കണക്റ്റ് ആണെന്നും ഒക്കെ പിടികിട്ടി. അങ്ങനെയുള്ള ഒന്നിനെ എന്തിനാടാ കണ്ണാ നീ വേണ്ടെന്ന് വെക്കുന്നത്? ശക്തി അവൾ തീയാണ്, വിധിയെ തോൽപ്പിക്കും ശക്തി, കുരുത്ത പെൺശക്തി. അമ്മേ ഭഗവതി, ഷോ ഓഫ് ആണല്ലോ.
മാഡം ഇവരെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് വിവരവും കിട്ടി. അപ്പോൾ തന്നെ ഞാൻ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. നാരായണ നാരായണ, ഇതിനെയാണ് ഈശ്വരന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. ആ ഫോണൊന്ന് നോക്കിയേ മാഡം, മാഡത്തിനുള്ളതാ. മാഡം, ஹலோ சார். முடியாது சார். சார், இங்க நடக்கிற எல்லாத்தையும் நான் கேமரால ரெக்கார்ட் பண்ண போறேன். அதுக்கப்புறம் அதே நான் உங்களுக்கு அனுப்பி வைக்கிறேன். அப்பவும் சார் நீங்க எக்ரி பண்ணலன்னா மீடியாவே டிசைட் பண்ணிக்கட்டுமே. சரி சார், എല്ലാം റെക്കോർഡ് ചെയ്യണം. ഓക്കെ മാം. അപ്പോൾ സബ് കളക്ടർ ഒരുങ്ങി തന്നെയാണല്ലേ? ഇത് കോൺഫിസ്കേറ്റ് ചെയ്യാം. ഹാൻഡ്സ് അപ്പ്. Come on. Untie him. വാ, മാഡം ഇവർ ഇവരെയും കൂട്ടിട്ട് വാ. Come with me. മൂവ്. ഗോഡൌൺ മുഴുവനും റെയ്ഡ് ചെയ്തിരിക്കണം. മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തിരിക്കണം. എതിർത്താൽ ഷൂട്ട് ദം. എന്തു പണിയാ മോളെ നീ കാണിച്ചത്? എന്താ അമ്മേ? താനെന്തിനാ എക്സൈസിനെയും പോലീസിനും കൂട്ടിയിട്ട് റെയ്ഡിന് പോയത്? അതെന്റെ ഡ്യൂട്ടി അല്ലേ. എന്റെ മോളെ ഇത്രയും റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണോ? റെയ്ഡ് നടത്താൻ എക്സൈസും പോലീസും ഒക്കെ ഇല്ലേ? സബ് കളക്ടർ നേരിട്ട് ചെല്ലണമെന്നുണ്ടോ? ഞാൻ വേദയുടെ ജോലിയിലെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതല്ല. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. വേദയ്ക്കും താല്പര്യം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തുകൂടായിരുന്നോ? NDPS ആക്ട് സെക്ഷൻ 42 and 43 തരുണ് ഞാൻ പറഞ്ഞു തരണോ? ശരിയാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ വേദയ്ക്ക് റെയ്ഡിനുള്ള അധികാരമുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ ഇൻഫോം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? എക്സൈസ് കമ്മീഷണർ പോലും എന്നെ വിളിച്ചു വെച്ചു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ 100% സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി.
മാത്രമല്ല ഒരു കുട്ടിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞു. എത്രയും പെട്ടെന്ന് റെസ്ക്യൂവും റെയ്ഡും വേണമായിരുന്നു. അറിയിക്കാനോ അനുവാദം കാത്തു നിൽക്കാനോ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. അതിന് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുൻപേ അവര് വിവരം അറിഞ്ഞേനെ. ഇതിപ്പോ റെയ്ഡും നടന്നു, ആളുകളെ അറസ്റ്റും ചെയ്തു. അതുപോരെ? അത് മാത്രം മതിയോ? അറസ്റ്റ് ചെയ്ത ദേവരാജനെ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോയി. അതറിഞ്ഞോ? മുൻപ് പലരും അയാളെ റെയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള. പക്ഷെ അപ്പോഴൊക്കെ തൊണ്ടി മുതൽ പാതി വഴി പിന്നിടുമ്പോഴേക്കും അയാളുടെ ഗോഡൌണിൽ തന്നെ തിരിച്ചെത്താറുണ്ട്. വലിയ പുള്ളികളെയൊക്കെ കുരുക്കാൻ നോക്കുന്നത് നല്ലതാ. പക്ഷെ അതിനു മുമ്പ് അതിന് വേണ്ടുന്ന വിധത്തിൽ തയ്യാറെടുപ്പ് നടത്തണം. വെറുതെ എടുത്തിയാടിയിട്ട് എന്താ കാര്യം? കുറച്ചു കാലത്ത് തൊഴിലനുഭവം ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള റിസ്ക് എടുക്കുമ്പോൾ ആലോചിക്കണം, അത്രമാത്രം. അവർ മുഖേന സമൂഹത്തിനുണ്ടാവുന്ന റിസ്കിനെ പറ്റി ഞാൻ ആ സമയത്ത് ആലോചിച്ചുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ എന്റെ റിസ്ക് ഒഴിവാക്കി എന്താ ചെയ്യാൻ പറ്റുക ആദ്യം പറ. റിസ്കോ? എന്ത് റിസ്ക്? എന്ത് റിസ്കാ മോൾക്കുള്ളത്? എന്റെ കാര്യത്തിൽ അമ്മയ്ക്ക് ഒരു ശ്രദ്ധയില്ല, അതുകൊണ്ടുള്ള റിസ്ക്. അപ്പൊ അച്ഛന് ശ്രദ്ധയില്ലേ? കുറച്ചുണ്ട്. അമ്മ കാരണം മോൾക്ക് എന്ത് റിസ്കാ ഉണ്ടായത്? അത് പറ. ഇനി അത് പരിഹരിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നാളെ യുകെജിയിലേക്ക് പോകുമ്പോ സ്റ്റോറി ചാർട്ട് കൊണ്ടുപോണ്ടേ? അത് റെഡിയാക്കി വെച്ചോ? അതൊക്കെ എപ്പോഴേ റെഡിയാക്കി. എന്നിട്ട് എവിടെ? അതൊക്കെ അമ്മ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് മേല് കഴുകി വന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് നോക്കാം. ഗുഡ് ഗേൾ. എന്നാ വേഗം റെഡി ആയിവാ. അപ്പൊ പരാതി തീർന്നു? പരാതി എന്താ സമയം പറയാ? പരാതി പിൻവലിച്ചു. അതെ, പരാതി പിൻവലിച്ചു. ഒരു പരാതിക്കാരി. അപ്പൊ അമ്മയുടെ പരാതി ഓക്കെ ആയി. ഇനി അച്ഛൻ മോൾക്ക് എന്താ ചെയ്തു തരണ്ടേ? അച്ഛന്ന് വരട്ടിയാ മതി. ആരെ? അമ്മയോ? അമ്മയല്ല. പിന്നെ KG2-ലെ നീന ഫിലിപ്പിന്. അത്ര പ്രശ്നക്കാരിയാണോ? ഭയങ്കര പ്രശ്നക്കാരിയാ. ആണോ? പോലീസിന്റെ മോളാ പറഞ്ഞപ്പോ അവൾക്കൊരു പുച്ഛ. ഓ, അത്രേ ഉള്ളോ? നമുക്കൊരു കാര്യം ചെയ്യാം, അവൾക്കൊരു ചോക്ലേറ്റ് ബാർ മേടിച്ചു കൊടുക്കാം. അങ്ങനെ ആവുമ്പോ അവൾക്ക് മോളോട് വലിയ ഇഷ്ടാവും. അയ്യടാ, അങ്ങനെ അവളുടെ ഇഷ്ടം എനിക്ക് വേണ്ട. മുഖത്ത് കൊടുത്ത് 2 ഇടി കൊടുത്താ അവൾ അതോടെ തീർന്നു. അയ്യോ, ഇടിക്കാനോ? ടീച്ചർ വരാൻ പറയുമ്പോ അച്ഛൻ വന്നാ മതി. നീ കൊള്ളാലോടി. അച്ഛന്റെ അതേ സ്വഭാവ മോക്ക്. അതങ്ങനെയല്ലേ വരൂ അല്ലേ? അച്ഛന്റെ അതേ തെമ്മാടിത്തരം മോക്കുണ്ട്. അതങ്ങനല്ലേ വരൂ. എന്റെ ചക്കരമോള. അമ്മേ, എന്താ അമ്മേ? ഒന്നുമില്ല. ചാർട്ട് റെഡിയാക്കിയത് കാണണ്ടേ നാളത്തേക്ക്? അമ്മ കുടിച്ചിട്ട് വരട്ടെ? வணக்கம் சார். வணக்கம். வணக்கம் சார். எங்க இருக்கு? உள்ள இருக்கு சார். இப்பதான் ரிலீஸ் ஆகி வந்தது.
வணக்கம் தேவராஜ் சார். வாழ்க வாழ்க. என்ன சார் கவலைப்படாத சார், 1 மணி நேரத்துக்குள்ள ഞാൻ வெளியெடுத்துட்டே. எவ்வளவு நஷ்டம் தெரியுமா? கோடிகள். சார் அந்த சரக்குல 30% மட்டும் தான் கோடதிக்கு போகும், பாக்கி திருப்பி உங்களுக்கே கிடைக்கும். சார் அதுக்கான எல்லா அரேஞ்ச்மெண்ட்ஸும் நான் பண்ணி வச்சிருக்கேன். அப்போ பாக்கி அந்த நஷ்டத்தை எல்லாம் யாரு தருவா? ஐயோ என்ன சார் இது, ஒரு சின்ன கன்சைன்மெண்ட் முடிஞ்சா திருப்பி போற விஷயம் தானே, கேஸ் ஒன்றும் வராது, அது நான் பாத்துக்கிறேன். டேய் கதிரேஷா, அந்த சப் கலெக்டர் இல்லையா சார்? ஆ பொண்ணு யாரு விசாரிச்சியா? ஆமாம் சார், டீட்டெயில்ஸ் எல்லாமே கிடச்சிருக்கு. என்ன சார், கலெக்டர் கூட ஒரு காம்ப்ரமைஸ் மீட்டிங் நடக்க போகுது, அது வரைக்கும் எந்த ஒரு ஸ்டெப்பும் எடுத்துடாதீங்க, புரியுதா? புரியுது சார். சாட்சால் அந்த பரമശിവൻ மேலே ஆணையா, அந்த சிவமூலி பொருள் மேலே ஆணையா, அது வரைக்கும் நான் ஒன்றும் பண்ண மாட்டேன், கண்டிப்பா பண்ண மாட்டேன். ஆனா அது முடிஞ்சா ஆண்டவா வேல் முருகா. മോളെ, ഈ ചിത്രങ്ങൾ കണ്ടോ? നീ വാ, ഇത് നോക്കിയാ ഇനി കഥ പറയേണ്ടത്. ഇത് നോക്കിയാ എന്താ കഥ പറയാ? അതമ്മ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. എന്താ രാജാവിന്റെ പേര്? പേര് വിക്രം. വിക്രമോ? വിക്രമാദിത്യ മഹാരാജാവ്. ഈ വിക്രമാദിത്യ മഹാരാജാവ് ഒരു ദിവസം ക്ഷേത്ര ദർശനത്തിന് പോയി. അവിടെ അപ്പോ 2 പേരുടെ കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. ആ കല്യാണ പെണ്ണ് തന്റെ മന്ത്രിയുടെ മകളാണെന്ന് കണ്ട് വിക്രമാദിത്യന് ദേഷ്യം വന്നു. രാജാവ് ആ കല്യാണം മുടക്കാൻ ശ്രമിച്ചു. അതുകണ്ട് അവിടെ തൊഴാൻ വന്ന അയൽരാജ്യത്തെ രാജകുമാരി അത് തടഞ്ഞു. രാജാവും രാജകുമാരിയും തമ്മിൽ വഴക്കായി. എന്നിട്ട് എന്തുണ്ടായി? രാജാവ് രാജകുമാരിയെ കൊന്നോ? രാജാവ് രാജകുമാരിയുടെ കഴുത്തിൽ ബലമായി താലി കെട്ടി. അയ്യോ! രാജകുമാരിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു. തന്റെ സമ്മതമില്ലാതെ തന്റെ കഴുത്തിൽ താലി കെട്ടിയ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാനായി രാജകുമാരി അവളുടെ രാജ്യത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് വിക്രമാദിത്യന്റെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് പതുക്കെ പതുക്കെ പാവം നമ്മുടെ രാജകുമാരിക്ക് വിക്രമാദിത്യനോടുണ്ടായിരുന്ന ദേഷ്യം മാഞ്ഞുപോയി. അവര് തമ്മിൽ വലിയ ഇഷ്ടത്തിലായി. പക്ഷേ രാജകുമാരിയുടെ ചേട്ടൻ ദുഷ്ടനായിരുന്നു. അയാൾ വിക്രമാദിത്യനെയും രാജകുമാരിയെയും കൊല്ലാൻ അവസരം കാത്തു നടന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ രാജകുമാരിക്ക് ഒരു ഉണ്ണി പിറക്കാറായി. ആ സമയത്ത് ദുഷ്ടനായ ചേട്ടൻ വിക്രമാദിത്യനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. അയാൾ തന്നെയും കൊല്ലുമെന്ന് തോന്നിയപ്പോ രാജകുമാരി ആ നാട് വിട്ടോടി. കാടും മലയും താണ്ടി വേറൊരു സ്ഥലത്തെത്തി. അവിടെ വെച്ച് സുന്ദരിയായ ഒരു കുട്ടിയെ പ്രസവിച്ചു. അപ്പൊ രാജാവിനെ അവരെല്ലാവരും കൂടി തടവിലാക്കി. അയ്യോ, അപ്പന് രാജാവ് രാജകുമാരിയും കുഞ്ഞിനെയും കാണാൻ വരില്ലേ? വരും. കുഞ്ഞ് വലുതാവുമ്പോ തടവറ തകർത്ത്
രാജാവ് വരും. രാജകുമാരിയുടെ പേരെന്താ? അത് വേതാളം. അപ്പൊ കുഞ്ഞിന്റെയോ? അത് മോൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. ആ കുട്ടി കുറുമ്പിയാണോ? അത്യാവശ്യം. അങ്ങനെയാണ് അനീഷ പിരിക്കാനിടാം. ക്ലാസ്സിലെ ഏറ്റവും കുറുമ്പ് അവൾക്കാ. അത് വേണ്ട, ആ കുട്ടിക്ക് വിഷമമായാലോ? രാജകുമാരൻ കുട്ടി ഇപ്പൊ ഉള്ളത് നല്ല ആളുകളുടെ അടുത്തല്ലേ? പിന്നെ നല്ല ആളുകളുടെ അടുത്താ. അപ്പോ ദുഷ്ടന്മാർ ഇനിയും പിടിക്കാൻ വന്നാലോ? രാജകുമാരിയും കുട്ടിയും വന്നിരിക്കുന്നതേ ഒരു വലിയ ചക്രവർത്തിയുടെ കോട്ടയിലേക്കാ. അവിടെ എത്ര കൊടിയ ദുഷ്ടന്മാർ വന്നാലും ചക്രവർത്തി അവരെ തോൽപ്പിച്ചോടിച്ചോളും. മതിയോ? മോൾക്ക് കഥ ഇഷ്ടായോ? ഈ ചിത്രങ്ങളൊക്കെ നോക്കി ക്ലാസ്സിൽ ഉഗ്രനായിട്ട് പ്രസന്റ് ചെയ്യും. ഫസ്റ്റും വാങ്ങും. മിടുക്കി കുട്ടി. ഇനി നമുക്കിതൊക്കെ എടുത്തു വെക്കണ്ടേ സ്കൂളിൽ കൊണ്ടുപോകാൻ? ശരി മോളെ, അമ്മ എടുത്തു വെച്ചോളാം. മോളെ വെക്കാം. മോളെ സൂക്ഷിച്ച് മോനെ.